ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റവ വെച്ച് ലഡു ഉണ്ടാക്കിയല്ലോ. നല്ല അടിപൊളി ലഡു കേട്ടോ. അതും അധികം സമയമൊന്നും ആവശ്യമില്ല, വെറും 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് പാനിന് ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 3/4 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പാനിലൊന്ന് മൊത്തം സ്പ്രെഡ് ചെയ്യുക കേട്ടോ. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് റവ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഈ ഒരു പ്രൊസീജിയർ നമുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റവ വറുത്തെടുക്കാം. അപ്പോൾ ഇതാ, ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. 240 ml കപ്പായിരുന്നു, അതിന് 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഡീപ്പായിട്ട് വറുത്തെടുക്കരുത്, കാരണം പിന്നെ അത് ഒരുപാട് വറന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റവയുടെ എല്ലാ ഭാഗത്തും നെയ്യ് എത്തത്തക്ക രീതിയിൽ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു സെയിം പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ടുള്ളൂ. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പാനിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഈ സെയിം തന്നെ ആ കപ്പിന് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാദാ ചിരകിയ തേങ്ങ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കുറേ നാൾ കൊണ്ട് ഇരിക്കുക കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് അതും ഒന്ന് ജസ്റ്റ് അതിൽ അലിഞ്ഞ് വരുമ്പോഴത്തേനും ഏകദേശം 1/4 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് ഈ ലഡു കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും അല്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്തുമൊക്കെ ഓരോ ലഡു വെച്ച് കൊടുക്കുക. അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലഡു. അപ്പോൾ ഇതാ നല്ലവണ്ണം അതിനകത്ത് കിടന്ന് നല്ലവണ്ണം അലുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവയുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റവ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ പ്ലേറ്റിലും കുറേയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് ചെയ്യരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ റവ പെട്ടെന്ന് ഒരുപാട് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്കൊരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തില്ല കേട്ടോ. അപ്പം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കണം. ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണേ ഉള്ളൂ കേട്ടോ. ആ നെയ്യ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കുറച്ച് പാല് തിളപ്പിച്ച് നല്ല ചൂടോടെ തിളച്ച പാല് മാറ്റി വെക്കണേ. ഒരുപാട് പാലിൻ്റെ ആവശ്യമില്ല, ഏകദേശം 1/2 ഗ്ലാസ്സോ 3/4 ഗ്ലാസ് പാലിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ 1/2 ഗ്ലാസ് മതി, 3-4 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അത് നമുക്ക് ആ ഉരുട്ടിയെടുക്കാൻ പാകത്തിനൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ തിളച്ച പാലാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 2-3-4 ടേബിൾ സ്പൂൺ പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, അത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ ബദാമും കുറച്ച് ഉണക്കമുന്തിരിയും ഞാനിന്ന് വറുത്തെടുക്കുന്നുണ്ട്. നെയ്ക്കകത്തിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ആ ബദാം കണ്ടില്ലേ, ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കാഷ്നട്ട് ആണെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലഡു ഉരുട്ടിയെടുക്കുന്ന സമയത്ത് അത് ഭയങ്കര വലുതായിട്ട് കിടക്കും. അപ്പോൾ അതിൽ നല്ല നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു പലഹാരമല്ലേ. അപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ പിള്ളേർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനൊക്കെ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വീണ്ടും ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. 2-3 ടേബിൾ സ്പൂൺ പാൽ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഞാനൊന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ലഡുവിൻ്റെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്രയുള്ള സംഭവം. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടോടുകൂടി തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കണം. ഇത് കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ നമുക്ക് ചൂടോടുകൂടി തന്നെ അതൊന്ന് ഉരുട്ടിയെടുക്കാവേ. എന്നാലേ അത് നമുക്ക് നല്ലവണ്ണം ഉറച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഉരുട്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ലഡുവാണ്. ഒരുപാട് മധുരം ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മടുപ്പും വരത്തില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മധുരം അധികം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാനിയാക്കുന്ന സമയത്ത് കുറച്ച് കൂടി ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.